യേശുക്രിസ്തുവിൻ്റെ ധനതിരുനാമത്തിലുള്ള സ്നേഹവന്ദനം. ഇന്നത്തെ ചെറിയ ദൈവചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്ത വേദഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 10-ാം വാക്യം. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. സഖ്യായിയോട് യേശു കർത്താവ് പറയുന്ന വേദഭാഗമാണിത്. കാണുവാൻ ആഗ്രഹിച്ച് കടന്നു വന്ന പുരുഷാര നിമിത്തം കാണുവാൻ സാധിക്കാതെ വരുമ്പോൾ സഖ്യായി യേശു വരുന്ന വഴിയായി ഒരു കാട്ടത്തിമേൽ കയറിയിരിക്കുകയും യേശു കർത്താവ് തന്നെ അന്വേഷിച്ച് തന്നെ കാണാനെത്തിയ സഖായിയെ പേർ ചൊല്ലി വിളിച്ചുകൊണ്ട് അവരെ ഒരുമിച്ച് ഭവനത്തിലായിരുന്ന ഭവനത്തിന് രക്ഷ വന്നതായും നാം ഈ വേദഭാഗത്തിലൂടെ വായിച്ച് മനസ്സിലാകും. ഇവിടെ സഖായി യേശുവിനെ കാണുവാൻ ആഗ്രഹിക്കുകയും യേശുവിനെ അറിഞ്ഞിട്ടും യേശുവിനെ ഒന്ന് നേരിട്ട് കാണുവാനുള്ള ആഗ്രഹത്തിലാണ് യേശുവിൻ്റെ അടുത്തേക്ക് കടന്നു വരുന്നത്. എന്നാലും യേശു കർത്താവ് പറയുന്നു, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. കാണാതെ പോയത് എന്ന് നാം വിചാരിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ അത് നമ്മളിൽ നിന്ന് അപ്രത്യക്ഷമായി എന്നുള്ള ഒരു ചിന്ത നമ്മളിലേക്ക് കടന്നു വരും. എന്നാൽ കാണാതെ പോയത് എന്ന വാക്കുകൊണ്ട് യേശു കർത്താവ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ഇൻ ദ റോങ് പ്ലേസ്. അത് അവിടെ തന്നെ ഉണ്ട്, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ദ ശരിയായ പ്ലേസിലല്ല എന്നാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. തൻ്റെ ജീവിതം കൊണ്ട്, തൻ്റെ പ്രവർത്തനം കൊണ്ട് ഒക്കെ സഖായി മാറ്റപ്പെട്ടിരുന്നു. അധികമായിട്ടൊക്കെയും സഖായി മറ്റുള്ളവരിൽ നിന്ന് ചുങ്കം പിരിച്ചിരുന്നു. ഇത് യേശു കർത്താവിനെ കാണുമ്പോൾ സ്വയം മനസ്സിലാക്കി സഖായി പറയുന്ന കാര്യങ്ങളാണ്, ഞാൻ വാങ്ങിച്ചതിൻ്റെ 4 ഇരട്ടി ഞാൻ മടക്കി നൽകിക്കൊള്ളാം. പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ടതായ കാര്യം, നാം ഒരു ക്രിസ്ത്യാനികളാണെങ്കിലും നമ്മുടെ ആലയങ്ങളിലൊക്കെ നമ്മൾ സജീവമാണെങ്കിലും പ്രാർത്ഥനകളിൽ, ആരാധനകളിലൊക്കെ നമ്മൾ മുഖ്യ പങ്ക് വഹിക്കാറുണ്ടെങ്കിലും പലപ്പോഴും നാം നഷ്ടപ്പെട്ടവരാണ്. നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട്, വാക്കുകൊണ്ടൊക്കെ ക്രിസ്തുവിന് മാതൃകയായിട്ട് ജീവിപ്പാൻ നമുക്ക് സാധിക്കണം. അല്ലെങ്കിൽ നമ്മളും യേശു കർത്താവിനോടൊപ്പമുള്ളവർ ആണെങ്കിൽ പോലും നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ്. നമ്മുടെ വചന വായന, പ്രാർത്ഥന കൊണ്ടൊക്കെ നമ്മൾ പലപ്പോഴും ക്രിസ്തുവ് നഷ്ടപ്പെട്ടു പോകുന്നവരാണ്. സ്വയം പരിശോധന ചെയ്ത് അനുതാപത്തോടുകൂടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ നമുക്കും സാധിക്കണം. നമ്മളെ പറ്റിയും കർത്താവ് പറയും, കാണാതെ പോയതായിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു, എനിക്ക് ഏറെ സന്തോഷം. ഈ വാക്കുകളാൽ, ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.